നിലപാടുകൾ ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ പലപ്പോഴായി മാറ്റി നിർത്തപ്പെടുകയും തഴയപ്പെടുകയും പരിഹാസങ്ങളും ട്രോളുകളും വിമർശനങ്ങളും വളരെയധികം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിട്ടുള്ള നടിയാണ് റിമ കല്ലിങ്കൽ. റിമ മലയാളത്തിൽ അഭിനയിച്ച അവസാന ചിത്രം നീലവെളിച്ചമാണ്. അഞ്ജന ടാക്കീസിന്റെ ബാനറിൽ സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റിയാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്താനുള്ളത്. മീ ടു ആരോപണ വിധേയനായ സജിൻ ബാബുവിനൊപ്പം സിനിമ ചെയ്യാനുണ്ടായ കാരണവും മലയാള സിനിമയിൽ തനിക്ക് അവസരം കുറഞ്ഞതിനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ റിമ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നടി നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. തനിക്ക് നേരെ മീ ടു ആരോപണം ഉണ്ടായപ്പോൾ തെറ്റ് സംബന്ധിച്ച് മാപ്പ് പറഞ്ഞയാളാണ് സജിൻ എന്ന് റിമ പറയുന്നു. ആഷിഖ് കപൂറിനെ വിവാഹം ചെയ്ത ശേഷവും WCCയിൽ ഭാഗമായ ശേഷവും സിനിമയിൽ നിന്നും മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട്. 2020 മുതൽ ഞാൻ കൂടുതൽ പ്രായോഗിക ബുദ്ധിയോടെ ചിന്തിച്ചു തുടങ്ങി. അതിജീവിക്കാൻ എനിക്ക് ജോലി ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ആളുകൾ അവാർഡുകൾ നേടുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. സിസ്റ്റം നമ്മളെയല്ല, അവരെ സംരക്ഷിക്കുന്നു. ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നത് എളുപ്പമാണ്. നമ്മളൊരു ബുദ്ധിമുട്ടായി അവർ കാണുന്നു. എന്നാൽ നമ്മൾ പുതിയ ഇടങ്ങൾ കണ്ടെത്തുകയും തുടരുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. എന്റെ തിരഞ്ഞെടുപ്പുകളുടെ പേരിൽ തിരിച്ചടി ലഭിക്കുമെന്ന് എനിക്കറിയാം. സംസാരിക്കുന്നവർ മാത്രമാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നത് വിരോധാഭാസമാണ്. മറ്റെല്ലാവരും പഴയതുപോലെ തുടരുന്നു. നമ്മളാണ് പ്രശ്നക്കാരായി മാറുന്നത്. എപ്പോഴും ആളുകളുടെ നിരീക്ഷണത്തിലാകും നമ്മൾ. എനിക്ക് തിയേറ്റർ എന്ന സിനിമ ആവശ്യമായിരുന്നു, കാരണം ഞാൻ സ്വാർത്ഥിയാണ്. എന്റെ പോരാട്ടങ്ങൾക്കെല്ലാം ഇടയിലും ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് ജോലി ചെയ്യണം. അതായിരുന്നു സജിൻ ബാബുവിന്റെ സിനിമയിൽ ഭാഗമാകിയതിന്റെ പ്രാഥമിക കാരണം. മീ ടു തുറന്നു പറച്ചിലുകൾ താൻ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും മാപ്പ് പറയുകയും ചെയ്ത ഏക വ്യക്തി സജിനാണ്. അതാണ് ഈ സിനിമ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം. മീ ടു തുറന്നു പറച്ചിലുകളിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് കുറ്റാരോപിതർ തെറ്റ് സമ്മതിക്കുക എന്നതാണ്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ സജിൻ അത് ചെയ്തു. മറ്റുള്ളവരെല്ലാം പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ ആരോപണങ്ങൾ തള്ളിക്കളയുകയോ ആണ് ചെയ്യാറുള്ളത്. പിന്നെ സജിന്റെ വിഷയത്തിൽ മാപ്പ് നൽകാൻ ഞാൻ ആളല്ല, ബാധിക്കപ്പെട്ടയാളാണ് അത് ചെയ്യേണ്ടത്. സജിനെതിരെ പരാതി നൽകാനല്ല, അദ്ദേഹം മാപ്പ് പറയണം എന്നതായിരുന്നു അതിജീവിതയുടെ ആവശ്യം. സജിൻ മാപ്പ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവസ്ഥ മറ്റൊന്നായേനെ. മാത്രവുമല്ല, പുറമെ പറയാത്ത പല കഥകളും എനിക്കറിയാം. പക്ഷേ അവരുമായി ഒന്നും ഇനി വർക്ക് ചെയ്യില്ലെന്ന് പറയാനാകില്ല. കാരണം സ്വന്തമായൊരു ഇൻഡസ്ട്രി എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നല്ല മനുഷ്യർക്കൊപ്പമേ വർക്ക് ചെയ്യൂ എന്ന് പറയാനുള്ള പ്രിവിലേജ് എനിക്കില്ല. ഞങ്ങളിൽ ചിലർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സജീവമായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വർക്കുകൾ ഒന്നും ഇല്ലാതെയാകുന്നത്. ആരും വർക്കിനായി സമീപിക്കുന്നില്ല. നമ്മളെ കാണുമ്പോൾ ആളുകൾ മാറി നടക്കുന്നു. അത് വളരെ ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു. അവസരം കുറഞ്ഞതിന് വിവാഹവും WCCയും ഒരു കാരണമാണ്. WCCയിലെ സ്ത്രീകൾക്കൊപ്പം സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പല നിർമ്മാതാക്കളും പറഞ്ഞു. എന്നെ മാറ്റി പുതിയൊരാളെ കാസ്റ്റ് ചെയ്താൽ സിനിമ നിർമ്മിക്കാമെന്ന് സംവിധായകരോട് പറഞ്ഞ നിർമ്മാതാക്കൾ വരെ ഉണ്ടെന്നും റിമ പറയുന്നു. എന്ത് തന്നെയായാലും റിമയുടെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ്.